Hello students, welcome to the second session of magnetism. Last class we discussed the basics. Magnetism is base. Earth in the magnetic field, bar magnet and magnetic field. Then we brief. We have scientific scientific ഒരു ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിന് കാരണം എന്താണ്, ഒരു സോളിനോയിഡ് എന്തുകൊണ്ടാണ് ബാർ മാഗ്നറ്റിനെ പോലെ ആക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ബാർ മാഗ്നറ്റ് ആസ് എൻ ഇക്വിവാലന്റ് സോളിനോയിഡ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾക്കൊരു ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് സോളിനോയിഡ് ആരെ പോലെ ബിഹേവ് ചെയ്യുന്നു, ബാർ മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. തിരിച്ചും പറയാട്ടോ. ഓക്കെ, നോക്കാം. ഇതാ ഒരു ലോങ് സോളിനോയിഡ് എൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആസ് പെർ NCERT ബുക്ക് ലെങ്ത് ഓഫ് ദി സോളിനോയിഡ് ഈസ് 12. അപ്പോൾ ലെങ്ത് ഓഫ് ദ സോളിനോയിഡ് 12. ലെങ്ത് ഓഫ് സോളിനോയിഡ് 12. ഓക്കെ, ദെൻ number of turns per unit length, number of turns per unit length നമുക്ക് സ്മോൾ എൻ എടുക്കാം. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എടുത്തത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഈ സ്മോൾ എൻ. പിന്നെ സോളിനോയിഡിൻ്റെ ഇൻസൈഡ് പോയിന്റുള്ള ഫീൽഡൊക്കെ നിങ്ങൾക്ക് അറിയാം. സോളിനോയിഡ് എന്ന് പറയുമ്പോൾ കുറേ ടേൺസ് ഉണ്ട് അതിന് ചുറ്റുമുള്ള ടേൺസ്. ഇതിലൂടെ എല്ലാം പോണ കറണ്ട് സെയിം ആണ്. അപ്പോൾ ഓരോ ടേണും ഫീൽഡ് ഉണ്ടാക്കും. ആ ഫീൽഡ് ലൈൻസ് ഏകദേശം നിങ്ങൾ പഠിച്ചിരുന്നു. എങ്ങനെയായിരിക്കും ഫീൽഡ് ലൈൻ, ഇൻസൈഡ് പോയിന്റിൽ ഫീൽഡ് ലൈൻസ് ഈ ആക്സിസിന് പാരലാണെന്ന് പഠിച്ചിട്ടുണ്ട്. പുറത്തോട്ട് വരുമ്പോൾ അത് എങ്ങനെ ഇരിക്കും, ഇങ്ങനെയല്ലേ ഫീൽഡ് ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ പോയിന്റിലെ ഫീൽഡ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇൻസൈഡ് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് സോളിനോയിഡിൻ്റെ μ0 ni നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കണം. μ0 ni കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഈ എൻഡിലോട്ട് വരുമ്പോഴുള്ള ഫീൽഡ് ഏകദേശം μ0 ni/2 ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ്. ആക്സിസിൽ ഒരു പോയിന്റ് ചൂസ് ചെയ്തു, പി. ഈ പി എന്ന് പറഞ്ഞ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് കാണേണ്ടത്. അപ്പോൾ സോളിനോയിഡ്, കറണ്ട് കറങ്ങുന്ന സോളിനോയിഡ്, ആ സോളിനോയിഡിലൂടെ കറണ്ട് കടത്തി വിട്ടു. ആ സോളിനോയിഡ് അതിൻ്റെ ആക്സിസിലുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ടേൺ നമ്പർ 1, 2, 3, 4, 5, 6 അങ്ങനെ സോ മെനി ടേൺസ് ആർ ദർ ആൻഡ് ദ പോയിന്റ് ഈസ് എ ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ടേൺസ്. അല്ലേ? കാരണം എല്ലാ ടേണുകളും ഒരേ അകലത്തിലാണോ ആ പോയിന്റിലോട്ട്? അല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓരോരോ ടേണുകളും ഉണ്ടാക്കണ മാഗ്നറ്റിക് ഫീൽഡ് ആ പോയിന്റിൽ കണ്ടുപിടിക്കണം. എന്നിട്ട് അത് വെക്ടോറിയൽ ആഡ് ചെയ്യണം. അപ്പോഴല്ലേ നെറ്റ് ഫീൽഡ് കിട്ടൂ. ഇപ്പോൾ നെറ്റ് ഫീൽഡ് കാണാനുള്ള ടെക്നിക്ക് എന്താ, ഓരോരോ ടേൺ ഉണ്ടാക്കണ ഫീൽഡ് കണ്ടതിന് ശേഷം എല്ലാം കൂടെ ആഡ് ചെയ്യണം. പക്ഷേ നമുക്കറിയാം ഒരു സോളിനോയിഡ് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേൺസാണ്. അപ്പോൾ ഓരോരുത്തരും ഉണ്ടാക്കണ ഫീൽഡ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ NCERT ബുക്കിൽ ചെയ്ത പ്രൊസീജിയർ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അവരൊരു കാര്യം ചെയ്തു, എന്താ, കുറച്ച് ടേൺസുകൾ ഒരുമിച്ചെടുത്തു. എല്ലാം ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള ടേണുകളാണ്. DN ടേൺസ് ആണെന്ന് വിചാരിച്ചോളൂ. ഡി ക്യാപിറ്റൽ N. ആ ടേൺസ് ആദ്യം ഉണ്ടാക്കിയ ഫീൽഡ് നിങ്ങൾ DB എന്ന് എടുക്കും. അതായത് ഇത്രയും ടേൺസ് ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് DB. അപ്പോൾ ആ DN ടേൺസ് എല്ലാം ദിസ് മച്ച് ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ദാറ്റ് കോയിൽ ഓർ ടേൺ. എന്നിട്ട് നെറ്റ് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ഓരോന്ന് കണ്ടുപിടിക്കുന്നതിന് പകരം ആദ്യം ആ DN ടേൺസ് ഉണ്ടാക്കിയ ഫീൽഡ് കണ്ടുപിടിച്ചതിന് ശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്യും ഇക്വേഷൻ. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ ആവശ്യമായിട്ട് വന്നതിൻ്റെ കാരണം എല്ലാവരും മനസ്സിലാക്കി വെക്കണം. ഡിഫറെൻറ്റ് ടേൺസ് ആർ എ ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് P. അതുകൊണ്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആദ്യം ചെയ്ത ടെക്നിക്ക് നോക്കിക്കോളൂ. DN ടേൺസ് ആ പോയിന്റിൽ ഉണ്ടാക്കിയ ഫീൽഡ് DB. അപ്പോൾ ആ DB ആദ്യം പറയാം. DB ഈക്വൽ ടു നോക്കിക്കോളൂ. DB is the field at the point P due to this much DN number of current carrying turns equal to μ0 into I into R square. R എന്ന് പറയുമ്പോൾ റേഡിയസ് A സ്ക്വയർ എന്ന് എടുക്കണം. കാരണം ഇവിടെ A എന്നാണ് NCERT ബുക്കിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റേഡിയസ് A ആണ്. A സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇക്വേഷൻ എന്തായിരുന്നു, A സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. എക്സ് എന്ന് പറയുമ്പോൾ എന്താ, ആ ടേണിൽ നിന്ന് അവിടേക്കുള്ള ദൂരമാണ്. ആ ദൂരം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആ ദൂരം എന്ന് പറയുമ്പോൾ ഈ സെൻട്രൽ നിന്ന് അവിടേക്കുള്ള ദൂരം 6 ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഇവിടെ മാറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിമൈനിങ് ഡിസ്റ്റൻസ് എന്താ വരിക, R - x the whole square all raised to
3/2 ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. ഇത് നിങ്ങൾ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷൻ ആണ് കേട്ടോ. μ0 n I a² ഡിവൈഡഡ് ബൈ 2 × a² പ്ലസ് r - x ഹോൾ സ്ക്വയർ ഓൾ റൈസ് ടു 3. ഇവിടെ r - x വന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് r എടുത്തിരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് നോക്കും ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് x ആണെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ടേണിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുമ്പോൾ r - x അല്ലേ വരാം, r - x ഹോൾ സ്ക്വയർ ഓൾ റൈസ് ടു 3/2. ഇനി നോക്കൂ, ഇവിടെ ഒരു ടേൺ അല്ല, എത്ര ടേൺ ഉണ്ട്? നമ്മൾ ഇവിടെ തന്നെ എത്ര ടേൺ ഉണ്ടെന്ന് പറഞ്ഞു, dn ടേൺസ് ഉണ്ട്. അപ്പോൾ ഇൻറ്റു dn എടുത്തു. എന്തുകൊണ്ടാണ് dn എടുത്തതെന്ന് മനസ്സിലായില്ലേ? ഒരു ടേൺ അല്ല, നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കുന്നത് dn ടേൺസ് ആ പോയിന്റിൽ ഉണ്ടാക്കിയ ഫീൽഡാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇൻറ്റു dn. സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ? ഇതിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യാം നമുക്ക്. ഒന്ന്, നമ്മൾ ഈ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ അല്ലേ, ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ r എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, r ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ a എന്ന് അസ്യൂം ചെയ്തു. അതായത് നമ്മുടെ സോളിനോയിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഐഡിയൽ സോളിനോയിഡ് എന്ന് പറയുമ്പോൾ അയാളുടെ റേഡിയസ് വളരെ കുറവായിരിക്കണം. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന പോയിന്റ് ഒരുപാട് അകലെയാണ്, r ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ a. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, a² അങ്ങ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്താക്കാം, 0 ആക്കാം. a² അപ്രോക്സിമേറ്റ്ലി 0. ഡൗട്ടില്ലല്ലോ? അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം, a² അപ്രോക്സിമേറ്റ്ലി 0. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ചെയ്യാം, ഈ r ഉണ്ടല്ലോ, r വെരി വെരി ഗ്രേറ്റർ ദാൻ a, അതുപോലെ തന്നെ r വെരി വെരി ഗ്രേറ്റർ ദാൻ l. l എന്ന് പറയുമ്പോൾ നമ്മുടെ, അല്ലെങ്കിൽ 12 എടുത്തോളൂ, കുഴപ്പമില്ല. r ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ 12. അപ്പോൾ സോളിനോയിഡിൽ നിന്ന് ഒരുപാട് അകലെയുള്ള ഒരു പോയിന്റിലെ ഫീൽഡാണ് നമ്മൾ കാണുന്നത്, അസ്യൂം ചെയ്യും നിങ്ങൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, എക്സ് ഉണ്ടല്ലോ, x² അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്താക്കി എടുക്കാം, 0 ആക്കി എടുക്കാം. കാരണം എക്സിൻ്റെ വാല്യൂ ഇതുവരെ കയറി വരാൻ പറ്റുള്ളൂ. അപ്പോൾ r ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ 12 ആണെങ്കിൽ r ഈസ് ആൾസോ വെരി വെരി ഗ്രേറ്റർ ദാൻ ആരായിരിക്കും, x². അതുകൊണ്ട് x² അപ്രോക്സിമേറ്റ്ലി 0 ആക്കി. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഡിനോമിനേറ്റർ നമുക്ക് ആദ്യം ഒന്ന് കൺവേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ചെയ്യാം, dn എന്ന് പറയുമ്പോൾ എന്താ, ഇത്രയും ടേൺസ് അല്ലേ, ആ ടേൺസ് കിട്ടാൻ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ദാറ്റ് റിക്വയർഡ് ലെങ്ത് എടുത്താൽ പോരെ. നോക്കൂ, ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവൻ്റെ ഈ തിക്നെസ് dx ലെങ്ത് ആണ്. അതുകൊണ്ടാണ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു റിക്വയർഡ് ലെങ്ത് n dx ആണ് dn. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഞാനൊന്ന് മാറ്റാൻ പോണേ, ശ്രദ്ധിച്ചോളൂ. db എന്ന് പറഞ്ഞാൽ ആരുണ്ടാക്കിയ ഫീൽഡാണ്, ഈ dn ടേൺസ് ഈ പോയിന്റിൽ ഉണ്ടാക്കിയ ഫീൽഡാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു μ0 I a² ഇൻറ്റു dn പകരം n ഇൻറ്റു dx ബൈ നോക്കൂ, a² 0 ആക്കി എടുത്തു, x ഉം 0 ആക്കി എടുത്തു. അപ്പോൾ r² ഓൾ റൈസ്ഡ് ടു 3/2. r² ഓൾ റൈസ്ഡ് ടു 3/2 എന്ന് പറഞ്ഞാൽ എന്താ വരിക, r² ഓൾ റൈസ് ടു 3/2 ഈസ് r³. ഇതാണ് ആ പോയിന്റിൽ ആരുണ്ടാക്കിയ ഫീൽഡ്, ഈ ഒരു ടേൺ ഉണ്ടാക്കിയ ഫീൽഡ്. പിന്നെ സർക്കുലാർ കോയിലാണ് അവിടെ ഉണ്ടാക്കിയ ഫീൽഡ്. നിങ്ങൾക്ക് അറിയാം, കറണ്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണെങ്കിൽ ഫീൽഡ് ഇങ്ങോട്ട് തിരിച്ച് കറങ്ങണം. കറണ്ട് ഇങ്ങനെയാണ് കിടന്ന് കറങ്ങുന്നതെങ്കിൽ ആ ഡയറക്ഷനിൽ ഫിംഗേഴ്സ് വെച്ചാൽ തമ്പല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ തരിക. അപ്പോൾ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ ആയിരിക്കും, ആ ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. ഇത് ഒരാളുണ്ടാക്കിയതാ, dn ടേൺസ്. നെറ്റ് ഫീൽഡ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നെറ്റ് ഫീൽഡ് B ഈക്വൽ ടു, കമോൺ നോക്കൂ, ഈ ഫിഗറിലേക്ക് നോക്കുമ്പോൾ എക്സ് ആണല്ലോ വേരിയബിൾ. ഈ പോയിന്റിൽ x ഈക്വൽ ടു 0 ആണ്. ഈ പോയിന്റിൽ x ഈക്വൽ ടു 0, ഇങ്ങോട്ട് +l വരെയും ഇവിടേക്ക് -l വരെയും പോകുന്നുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഏത് തൊട്ട് ഏത് വരെ പോകും, -l തൊട്ട് +l വരെയല്ലേ പോകാൻ കഴിയൂ. കാരണം ഈ പോയിന്റ് ആസ് പെർ NCERT ബുക്ക് ഈ പോയിന്റ് 0 ആക്കി എടുത്തതുകൊണ്ട്. ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എവിടേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, -l തൊട്ട് +l വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. μ0 കോൺസ്റ്റൻറ്റ്, I കോൺസ്റ്റൻറ്റ്, a² കോൺസ്റ്റൻറ്റ്, r³ കോൺസ്റ്റൻറ്റ്, n കോൺസ്റ്റൻറ്റ്, ബാക്കി ഇൻ്റഗ്രൽ dx മാത്രം അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് B ഈസ് ഈക്വൽ ടു μ0 I a² ഇൻറ്റു n ബൈ r³ ഇൻറ്റു, അവിടെ 2 ഉണ്ട് കേട്ടോ, 2 ഈ 2 ഇവിടെ ഉണ്ട്, 2r³ ഇൻറ്റു എന്ത് വരുന്നു, dx ഇൻ്റഗ്രൽ -l ടു +l dx. ഇപ്പോൾ B ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ μ0 I a² n ബൈ 2r³ ഇൻറ്റു, നോക്കൂ ഇതെന്താ കിട്ടുക, ഇത് 12 കിട്ടും. കാരണം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഇൻ്റഗ്രൽ dx എന്ന് പറയുമ്പോൾ x അല്ലേ, ലോവർ ലിമിറ്റ് -l, അപ്പർ ലിമിറ്റ് +l. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കൊടുക്കാം, -l ടു +l.
അപ്പോൾ അതുകൊണ്ടാണ് L മൈനസ് മൈനസ് L നമുക്ക് 12 വരും കേട്ടോ. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതവിടെ നിൽക്കട്ടെ. യെസ്, അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇത്രയും വരെ നോട്ട് ചെയ്തല്ലോ അല്ലേ? μ0 I a square n by 2r cube into 12. This is the total field produced by the solenoid at a distance r from the point P. ക്ലിയർ? ദെൻ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണേ. ചെറിയ റീഅറേഞ്ച്മെൻറ്റുകൾ. ബി ഈക്വൽ ടു, ഞാൻ ഇക്വേഷൻ ഇങ്ങനെ മാറ്റുന്നു, μ0 by 4π, μ0 by 4π ഇൻറ്റു, നോക്കൂ ഈ ഐ കോൺസ്റ്റൻ്റ് ആണ്, അവിടെ നിൽക്കട്ടെ ഐ. ഈ സ്മോൾ n ഇൻറ്റു 12 ആരാ? സ്മോൾ n ഇൻറ്റു 12 നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ടോട്ടൽ ലെങ്ത് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്, ക്യാപിറ്റൽ N, വേർ n ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു എ സ്ക്വയർ ബൈ ആരുണ്ട്? ബൈ ഓൾറെഡി ഡിനോമിനേറ്ററിൽ 2r ക്യൂബ് ഉണ്ട്, 2r ക്യൂബ്. ഒരു 4π നമ്മൾ താഴെ വന്നത് കാരണം ഇവിടെ നമുക്ക് ഒരു 2 ഇൻറ്റു 2π കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം ഡിനോമിനേറ്ററിൽ നമ്മളൊരു 4π ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ, അപ്പോൾ ന്യൂമറേറ്ററിലും 4π വരണ്ടേ? ഓക്കെ, ഇനി നോക്കിക്കോളൂ കേട്ടോ സ്റ്റെപ്പ്. ഒരു 2 കട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ ബി ഇസ് ഈക്വൽ ടു μ0 by 4π ഇൻറ്റു n i ഇൻറ്റു ഈ പൈ എ സ്ക്വയർ ആരാ? നമുക്ക് എ എന്ന് എഴുതാം, ക്രോസ് സെക്ഷണൽ ഏരിയ. എ ഈസ് ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു, ഇനി എന്താ ബാക്കിയുള്ളത്? ഒരു 2 ബാക്കിയുണ്ട് അല്ലേ? 2 ബൈ ആർ ക്യൂബ്. നിങ്ങൾ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് NIA? NI ഈസ് ദ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ്. So our equation, final equation is B is equal to μ0 by 4π into the 2 into m, 2m divided by r cube, 2m by r cube. μ0 by 4π into 2m by r cube. This is the magnetic field produced by, this is the total magnetic field produced by the entire solenoid at this point P. ഓക്കെ, ഇതാണ് റിസൾട്ട്. ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് കാര്യം. നിങ്ങൾ ഒരു ബാർ മാഗ്നറ്റിലോട്ട് വീണ്ടും തിരിച്ചു വരും. ബാർ മാഗ്നറ്റിലോട്ട് തിരിച്ചു വരണം. ഇതാ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടാക്കിയ ഫീൽഡ് എടുക്കുന്നു നമ്മൾ. ബാർ മാഗ്നറ്റ്, അതാ ബാർ മാഗ്നറ്റ്. സൗത്ത് പോൾ, നോർത്ത് പോൾ, ഈ ആളിതാ ഈ ഒരു പോയിന്റിൽ ഉണ്ടാക്കണ ഫീൽഡ്, പി എന്ന് പറഞ്ഞ പോയിന്റിലെ ഫീൽഡ്. ദാറ്റ് പി ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് r from the center. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് r. പി എന്ന് പറഞ്ഞ പോയിന്റിലെ ഫീൽഡ് μ0 by 4π into 2m by r cube. ഈ ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞ ആളുടെ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് m ഈസ് ദ മാഗ്നറ്റിക് മൊമെൻ്റ് ഓഫ് ബാർ മാഗ്നറ്റ്. അങ്ങനെയാണെങ്കിൽ ബാർ മാഗ്നറ്റ് എക്സ്പെരിമെൻ്റലി ബാർ മാഗ്നറ്റ് ഈ പോയിന്റിൽ ഉണ്ടാക്കിയ ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തും μ0 by 4π into 2m by r cube തന്നെയാണെന്ന്. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു ബാർ മാഗ്നറ്റ് അതിൻ്റെ സെൻറ്ററിൽ നിന്നും 6 ഡിസ്റ്റൻസ് അകലുണ്ടാക്കുന്ന ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തും, അതുപോലെ തന്നെ ഒരു സോളിനോയിഡ്, കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് 6 ഡിസ്റ്റൻസ് അകലെ ഫ്രം സെൻറ്റർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് സെയിം ആണെന്ന്. അതാണ് കമ്പാരിസൺ. ദാറ്റ് ഈസ് the field produced by a bar magnet along its axis at a distance r is exactly same as that of field produced by a solenoid at a distance r from the center of the solenoid. This is the proof. ഇപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, ബാർ മാഗ്നറ്റ് is an equivalent solenoid. യെസ്, ഇപ്പോൾ സോളിനോയിഡിൻ്റെ ഫീൽഡും ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡും കമ്പയറബിൾ ആണ്. ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടില്ല, പക്ഷേ എക്സ്പെരിമെൻ്റലി ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡ് μ0 by 4π into 2m by r cube ആണ് അലോങ് ആക്സിസ്. അതായത് ഞാൻ ബാർ മാഗ്നറ്റ് വരച്ചാൽ സൗത്ത് പോൾ, നോർത്ത് പോൾ, ഇതാണ് അതിൻ്റെ സെൻറ്റർ. ഇവിടെ നിന്ന് 6 ഡിസ്റ്റൻസ് അകലുള്ള ഫീൽഡ് കണ്ടാൽ അത് μ0 by 4π into 2m by r cube ആണ്. അതുപോലെ തന്നെ ഇക്വിറ്റോറിയൽ പോയിന്റ് ഇവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതേ ഡിസ്റ്റൻസ് r എടുത്താൽ r ഈക്വൽ ടു ഇവിടെ μ0 by 4π into m by r cube ആണ്. m by r cube
ഇവിടെ എം ആരാണ്? മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്, മാഗ്നറ്റിക് മൊമെൻറ്റ്. ഈ കറണ്ട് ലൂപ്പ് ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഐ എ എന്ന് പഠിച്ചിട്ടുണ്ട്. സോളിനോയിഡ് ആണെങ്കിൽ എം ഈസ് ഈക്വൽ ടു നമ്മൾ എൻ ഐ എ എന്ന് എഴുതും, കാരണം എൻ ടേൺസ് ഉള്ളതുകൊണ്ട്. പക്ഷേ ഇവിടെ ഈ എം എന്ന് പറഞ്ഞാൽ ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൻ ഐ എന്നല്ല. N is the number of turns, I is the current, A is the cross-sectional area. It is applicable only to current loops or solenoid or inductor coil. പക്ഷേ ഇവിടെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഡിഫറൻ്റ് ആണ്. ആ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നില്ല. കാരണം നിങ്ങളത് കംപ്ലീറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ടുള്ള കമ്പാരിസൺ ആണ്. ശരിക്ക് ഈ മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. എന്താ റീസൺ അറിയോ? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾക്ക് അറിയാം ഫീൽഡ് ഉണ്ടാക്കിയത് ആരാ? ചാർജാണ്. ചാർജ് എന്ന് പറയുമ്പോൾ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ചാർജ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. പക്ഷേ മാഗ്നറ്റിസത്തിലേക്ക് വരുമ്പോൾ, മാഗ്നറ്റിക് എഫക്ട്സിലോട്ട് വരുമ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടൊരു കാര്യമുണ്ട്. ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എലമെൻറ്റ്, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചില്ലേ? കറണ്ട് എലമെൻറ്റ് ഐഡിയൽ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എലമെൻറ്റുകളാണ്. കറണ്ട് എലമെൻറ്റ് ഈസ് എ വെക്ടർ. സോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സോഴ്സ് വെക്ടർ സോഴ്സ് ആണ്, അല്ലാതെ സ്കേലാർ സോഴ്സ് അല്ല. പക്ഷേ നമുക്കൊരു +2 പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സ്കേലാർ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്. അതായത് പോൾ എന്ന് പറയും, ബാർ മാഗ്നറ്റിൻ്റെ പോൾ. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും കൂടെ ചേർന്ന് നമ്മൾ ഡൈപോൾ എന്ന് പറയാറില്ലേ? ഡൈപോൾ. അതുപോലെ ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയും. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ നെഗറ്റീവ് ചാർജ് എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ സൗത്ത് പോൾ, POLE പോൾ. ഓക്കെ. അതുപോലെ നോർത്ത് പോൾ, ഇവിടെ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഓർമ്മിക്കുക, ഈ പോൾ എന്ന് പറയുമ്പോൾ ഒരു സ്കേലാറായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, ചാർജിനെ പോലെ. എന്നിട്ട് ഇനി അങ്ങോട്ടെല്ലാം ചെയ്യുന്ന കമ്പാരിസൺ ആണ്, ചാർജുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഓർമ്മിക്കുക, ശരിക്കും ആ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹയർ ലെവൽ ഫിസിക്സിലോട്ട് പോകുമ്പോൾ ഇറ്റ്സ് റോങ്. പക്ഷേ നിങ്ങൾക്ക് അതൊന്നും നിങ്ങളുടെ NCERT ബുക്കിൽ പറയുന്നില്ല. അവർ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പോൾ ഈസ് ഇക്വിവാലന്റ് ടു ചാർജ്, പോസിറ്റീവ് ചാർജ് ഈസ് ഇക്വിവാലന്റ് ടു നോർത്ത് പോൾ, നെഗറ്റീവ് ചാർജ് ഈസ് ഇക്വിവാലന്റ് ടു സൗത്ത് പോൾ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. യെസ്, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഡൈപോൾ മൊമെൻ്റ് ഓഫ് എ ബാർ മാഗ്നറ്റ്. ഡൈപോൾ മൊമെൻ്റ് ഓഫ് എ ബാർ മാഗ്നറ്റ്. നമ്മളിവിടെ യൂഷ്വലി യൂസ് ചെയ്യുന്ന ലെറ്റർ ഓർമ്മിച്ച് വെച്ചോളൂ. എം, മാഗ്നറ്റിക് മൊമെൻ്റ് വെക്ടറാണ്, സിമ്പിൾ സ്മോൾ എം. മാഗ്നറ്റിക് മൊമെൻ്റ് ഓഫ് എ ബാർ മാഗ്നറ്റ്. ഒരു സർക്കുലാർ കോയിൽ ക്യാരിങ് കറണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻ്റ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ I × A എന്ന് പഠിച്ചിരുന്നു അല്ലേ? അതുപോലെ തന്നെ N ടേൺസ് ഉള്ള ഒരാളാണെങ്കിലോ, N ടേൺസ് ലൈക്ക് സോളിനോയിഡൊക്കെ ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻ്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് NIA എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? NIA. ഇവിടെ ഇക്വേഷൻ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഓക്കെ, മാഗ്നറ്റിക് മൊമെൻ്റ് കാണാനുള്ള ഇക്വേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഒരു നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ്, സേ 12 എടുത്തോളൂ. 12 സെപ്പറേഷൻ ബിറ്റ്വീൻ പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് 12. നമ്മൾ അതിനെ ഇലക്ട്രിക് ഡൈപോൾ എന്നാണ് പറയുക. 2 ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ഈസ് കാൾഡ് ഇലക്ട്രിക് ഡൈപോൾ. നിങ്ങൾ ഓൾറെഡി ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ അതിന് ഡയറക്ഷൻ നമുക്കറിയാം, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ്. ഡൈപോൾ മൊമെൻ്റ് P ഈസ് ഈക്വൽ ടു Q ഇൻറ്റു 2L. ദാറ്റ് ഈസ് ഡൈപോൾ മൊമെൻ്റ് P എന്ന് പറഞ്ഞാൽ ആരാണ്? ചാർജ് ഇൻറ്റു ചാർജ് ഈസ് എ സ്കേലാർ സോഴ്സ്, ചാർജ് ഇൻറ്റു സെപ്പറേഷൻ ബിറ്റ്വീൻ ചാർജസ്. എല്ലാവർക്കും അറിയാം ആണല്ലോ, സെപ്പറേഷൻ ബിറ്റ്വീൻ ചാർജസ്. അങ്ങനെയാണ് Q × 12 എന്ന് വന്നത്. ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ്, അതാണല്ലോ ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രിക് ഡൈപോൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാനാണ് നമ്മൾ ഡൈപോൾ മൊമെൻ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് ഈസ് എ മെഷർ ഓഫ് ഫീൽഡ് സ്ട്രെങ്ത്, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ നെഗറ്റീവ് ചാർജുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു സൗത്ത് പോൾ, പോസിറ്റീവ് ചാർജുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു നോർത്ത് പോൾ. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ്, ഇവിടെ സൗത്ത് ടു നോർത്ത്. ഇവിടെ മാഗ്നറ്റിക് മൊമെൻറ്റ് M എന്നുള്ള ലെറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓർമ്മിച്ച് വെച്ചോളൂ, സൗത്ത് ടു നോർത്ത് പോൾ. അത് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിപ്പിച്ച അതേ കൺസെപ്റ്റ് തന്നെ, സൗത്ത് ടു നോർത്ത് ആണ് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ പോകുന്നു. മാഗ്നറ്റിക് മൊമെൻറ്റ് M, ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്, മാഗ്നറ്റിക് മൊമെൻറ്റ് M ഈക്വൽ ടു P ഇൻറ്റു
12, P into 12. Here what is P? P is the pole strength. Pole strength. അതായത് ഇവിടെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിവിടെ ചാർജ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ പോൾ എന്നാണ് പറയുക, പോൾ. പിന്നെ 12 നേരത്തെ പോലെ തന്നെ 12 എന്ന് പറഞ്ഞാൽ ഈ 12ഉം ഈ 12ഉം ചേഞ്ച് ഒന്നുമില്ല. സോ ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളൂ. അതിൻ്റെ ഡെറിവേഷൻ ഇല്ല, കാരണം നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ട് കമ്പയർ ചെയ്യണം. മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് എ ബാർ മാഗ്നറ്റ് ഈസ് ഈക്വൽ ടു പോൾ സ്ട്രെങ്ത് ഇൻറ്റു സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പോൾസ്. ഓർമ്മിച്ച് വെച്ചോളൂ, സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പോൾസ് എന്ന് പറയുമ്പോൾ എൽ ഒരു വെക്ടർ ആയതുകൊണ്ട് മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് എ വെക്ടർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, പി എന്ത് ക്വാണ്ടിറ്റി? പി പോൾ സ്ട്രെങ്ത്. അത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ഒരു ചാർജിൻ്റെ സ്ട്രെങ്ത് പറയാൻ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നെയല്ലേ യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് പറയാൻ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പാരാമീറ്ററാണ് പോൾ സ്ട്രെങ്ത്. ചാർജ് ഒരു സ്കേലാറാണ്, പോൾ സ്ട്രെങ്ത്തും ഒരു സ്കേലാറാണ്. ഫോർ ദ ടൈം ബീയിങ് +2 പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എന്ത് പറയുന്നു? ദിസ് പോൾ ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ പോളാണ്, പോൾ ഈസ് എ സ്കേലാർ. പക്ഷേ റിയൽ കൺസെപ്റ്റ് ഡിഫറൻ്റ് ആണ് കേട്ടോ. കാരണം നിങ്ങൾ മാഗ്നറ്റിസത്തിൻ്റെ ഹയർ ലെവലിലോട്ട് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്കേലാർ സോഴ്സുകളല്ല, വെക്ടർ സോഴ്സുകളാണ്. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ തന്നെ അതിൻ്റെ ഒരു ചെറിയ ഹിൻഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ബയോട്ട് സവാർട്ടിലോ പഠിപ്പിച്ചപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ കറണ്ട് എലമെൻ്റ് എന്നല്ലേ പഠിപ്പിച്ചത്. കറണ്ട് എലമെൻറ്റ് ഈസ് എ വെക്ടർ. എന്നിട്ട് അവിടെ കമ്പാരിസണും പറഞ്ഞു നിങ്ങൾ. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കിയത് ചാർജാണ്, അത് സ്കേലാറാണ്. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയത് കറണ്ട് എലമെൻ്റ് ആണ്, ഇറ്റ് ഈസ് എ വെക്ടർ എന്ന് പഠിപ്പിച്ചിരുന്നു. പക്ഷേ ഇവിടെ വീണ്ടും എന്തിലോട്ട് വന്നിട്ടുണ്ട്? സ്കേലാറിലോട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് +2 പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ കുറച്ച് കാര്യങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. ഹയർ ലെവലിലോട്ട് പോകുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് സ്കേലാർ സോഴ്സുകളല്ല, വെക്ടർ സോഴ്സുകളാണ്. പക്ഷേ നമ്മൾ ആ ഡെറിവേഷൻ പാർട്ടൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു, നിങ്ങൾ ഹയർ ലെവൽ ഫിസിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾ വെക്ടോറിയലെ ട്രീറ്റ് ചെയ്യുക. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണത്. അതുകൊണ്ടാണ് +2 പോയിന്റ് ഓഫ് വ്യൂ അതെല്ലാം നമ്മൾ ഒഴിവാക്കി വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. ഓർമ്മിച്ച് വെച്ചോളൂ, പോസിറ്റീവ് ചാർജിന് പകരം നോർത്ത് പോളും, പോസിറ്റീവ് ചാർജിന് പകരം നോർത്ത് പോളും, നെഗറ്റീവ് ചാർജിന് പകരം സൗത്ത് പോൾ. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ സൗത്ത് ടു നോർത്ത്, ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ടു പോസിറ്റീവ്. ജസ്റ്റ് എ കമ്പാരിസൺ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഓർമ്മിക്കുക, ഈ 12 എന്ന് പറഞ്ഞ ലെങ്ത്തിനെ നമ്മൾ പറയുന്ന പേര് മാഗ്നറ്റിക് ലെങ്ത് എന്നാണ് പറയും. മാഗ്നറ്റിക് ലെങ്ത് കേട്ടോ, മാഗ്നറ്റിക് ലെങ്ത്. ഇനി നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളൂ, ഇതിൻ്റെ ലെങ്ത്, ഒറിജിനൽ ലെങ്ത് ഉണ്ടല്ലോ, എന്ന് എടുക്കാം, എ ലെങ്ത്. സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ലെങ്ത്തിനെ പറയുന്ന പേര് ജോമെട്രിക് ലെങ്ത് എന്നല്ലേ പറയുക. ആ ജോമെട്രിക് ലെങ്ത്തും മാഗ്നറ്റിക് ലെങ്ത്തും എക്സാക്ട്ലി സെയിം അല്ല. നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കണം? മാഗ്നറ്റിക് ലെങ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ലെസ്. അപ്പം മാഗ്നറ്റിക് ലെങ്ത് ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ജോമെട്രിക് ലെങ്ത്. മാഗ്നറ്റിക് ലെങ്ത് ഈസ് LM എന്ന് എഴുതാം. മാഗ്നറ്റിക് ലെങ്ത് ഈസ് ഈക്വൽ ടു 6/7 ജോമെട്രിക് ലെങ്ത് എന്നാണ്. ജസ്റ്റ് അതിൻ്റെ ലെങ്ത് എല്ലാക്കി എടുക്കണമെങ്കിൽ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ലെങ്ത് ജോമെട്രിക് ലെങ്ത്. എക്സ്പെരിമെൻ്റലി നമ്മൾ ബാർ മാഗ്നറ്റിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നതാണ് മാഗ്നറ്റിക് ലെങ്ത്. അത് രണ്ടും എക്സാക്ട്ലി ഈക്വൽ അല്ല. അപ്രോക്സിമേറ്റ്ലി LM ഈസ് ഈക്വൽ 6/7 L എഴുതാറുണ്ട്. മാഗ്നറ്റിക് ലെങ്ത് ഈസ് ഈക്വൽ ടു 6/7 ടൈംസ് ജോമെട്രിക് ലെങ്ത്. പിന്നെ ഓർമ്മിക്കുക, മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് എ വെക്ടർ, പോൾ സ്ട്രെങ്ത് ഈസ് എ സ്കേലാർ. ഇനി ഇത് പറയുമ്പോൾ യൂണിറ്റും എല്ലാം കൂടെ വീണ്ടും പറഞ്ഞുതരാം. മാഗ്നറ്റിക് മൊമെൻറ്റ് M ഈസ് ഈക്വൽ ടു P ഇൻറ്റു സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പോൾസ്. ഇവിടെ 12 എടുക്കാനുള്ള കാരണം നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഡെറിവേഷനിൽ നമുക്ക് L എടുക്കുന്നതിനേക്കാളും കംഫർട്ടബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി 12 എടുക്കുന്നത്. കാരണം ഹാഫ് ലെങ്ത് എല്ലാക്കി എടുക്കുക. അത് ഓൺലി ഫോർ മാത്തമാറ്റിക്കൽ കൺവീനിയൻസിന്. ബേസിക് ഡെഫിനേഷൻ മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു പോൾ സ്ട്രെങ്ത് ഇൻറ്റു സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പോൾസ് എന്നാണ് കേട്ടോ. ഇതിൽ ഇതേ ഇക്വേഷൻ തന്നെ M ഈസ് ഈക്വൽ ടു നമുക്ക് I എന്ന് പറഞ്ഞാലും വാലിഡ് ആയിരിക്കണം. ഐയുടെ യൂണിറ്റ് നമുക്കറിയാം, ആംപിയർ ആണ്. അപ്പം മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ യൂണിറ്റ് ഓർമ്മിച്ച് വെച്ചോളൂ, ആംപിയർ. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, ആംപിയർ മീറ്റർ സ്ക്വയർ. അപ്പം മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ യൂണിറ്റ് ചോദിച്ചാൽ ആംപിയർ മീറ്റർ സ്ക്വയർ. അത് എവിടെ പഠിച്ചിട്ടുണ്ട്? കറണ്ട് ലൂപ്പ് വെച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. അതേ യൂണിറ്റ് തന്നെയാണ് എവിടെയും വരും. സോ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ആംപിയർ മീറ്റർ സ്ക്വയർ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിച്ച് വെച്ചോളൂ, ആംപിയർ മീറ്റർ സ്ക്വയർ. അതുപോലെ എന്താ ഓർമ്മിക്കേണ്ടത്? മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് എ വെക്ടർ. പോൾ സ്ട്രെങ്ത്. അപ്പോൾ നമുക്ക് പോൾ സ്ട്രെങ്ത്തിൻ്റെ യൂണിറ്റ് കാണാം. ആംപിയർ മീറ്റർ സ്ക്വയർ ഈസ് ഇക്വിവാലന്റ് ടു പോൾ സ്ട്രെങ്ത് നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ലെങ്ത്തിൻ്റെ മീറ്റർ.
അപ്പോൾ പോൾ സ്ട്രെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ത് വരും? പോൾ സ്ട്രെങ്ത് ഈസ് ആംപിയർ മീറ്റർ. യൂണിറ്റ് ഓഫ് പോൾ സ്ട്രെങ്ത് ഈസ് ആംപിയർ മീറ്റർ. ഓക്കെ, പോൾ സ്ട്രെങ്ത് ഈസ് എ സ്കേലാർ. അപ്പോൾ magnetic moment is a vector and its SI unit is ampere meter square. Pole strength is a scalar comparable to charge. Pole strength is a scalar, its unit is ampere meter. Then നമുക്ക് മാഗ്നറ്റിക് മൊമെന്റിനെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, യെസ്, more about magnetic moment. That is what happens to magnetic moment and pole strength when you cut bar magnet. First parallel to its length, then perpendicular to its length. So first we can discuss cutting of magnet, cut parallel to its length. നോക്കൂ, എ ബാർ മാഗ്നറ്റ്, ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എം ആണ്. അതുപോലെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാം, സൗത്തിൽ നോർത്തിലോട്ടാണ്. ഇതിൻ്റെ ലെങ്ത്ത് എൽ ആയിരുന്നു. എല്ലോ 12 എടുക്കാം, 12 എടുക്കാം, 12 ലെങ്ത്ത് 12. നമ്മളതിനെ കട്ട് ചെയ്തു. എങ്ങനെ? ലെങ്ത്തിന് പാരലായിട്ട് കട്ട് ചെയ്തു. ലെങ്ത്തിന് പാരലായിട്ട് കട്ട് ചെയ്തപ്പോൾ 2 ഈക്വൽ പീസസ് കിട്ടി. നോക്കൂ, ഇയാളുടെ പോളിൻ്റെ സ്ട്രെങ്ത് പി ആയിരുന്നു, ലെങ്ത് 12 ആയിരുന്നു. നമ്മൾ ഹാഫ് പാർട്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ ചാർജ് പോലെ തന്നെയാണ്. ചാർജിനെ ഈക്വലായിട്ട് മുറിച്ചാൽ എന്താ സംഭവിക്കും? Q/2 ആവും. അതുപോലെ ഇവിടെ പോളും P/2 ആവും. അങ്ങനെ ആദ്യം ഉണ്ടായിരുന്ന പോൾ സ്ട്രെങ്ത് പി ആണെങ്കിൽ P/2 ആയിട്ട് മാറും അത്. പക്ഷെ ലെങ്ത്തിൽ മാറ്റമില്ല, കാരണം നമ്മൾ ലെങ്ത്തിന് പാരലായിട്ടല്ലേ കട്ട് ചെയ്തത്. അപ്പോൾ ബിഫോർ കട്ടിങ് ഇയാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് ആദ്യം പറയാം. ഇയാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് എം ഈസ് ഈക്വൽ ടു നമുക്ക് P/12 എടുത്തൂടെ? P/12 ഇക്വേഷൻ നമ്പർ 1. കട്ട് ചെയ്തതിന് ശേഷം ഓരോ പാർട്ട് എം ഡാഷിന് എടുക്കും. അതായത് ഇയാളുടെ അല്ലെങ്കിൽ മറ്റാളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് എം ഡാഷ് ഈസ് ഈക്വൽ ടു പിക്ക് പകരം നമുക്ക് P/2 എന്ന് വരും. ശരിയല്ലേ? ലെങ്ത്ത് നോക്കൂ, 12ന് പകരം എൽ അല്ലേ? അല്ലല്ല, എല്ലിന് 12 തന്നെ വരും, കാരണം ടോട്ടൽ ലെങ്ത്തിൽ നോ ചേഞ്ച്. സോ എം ഡാഷ് ഈസ് ഈക്വൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? എം ഡാഷ് ഈസ് ഈക്വൽ ടു P/12 എന്ന് പറയുമ്പോൾ എം ആണ്, അപ്പോൾ M/2 എന്ന് വരുന്നു. ഓക്കെ, ഇനി ഞാൻ പറയാം. നോക്കൂ, വെൻ യു കട്ട് എ ബാർ മാഗ്നറ്റ് പാരലൽ ടു ഇറ്റ്സ് ലെങ്ത്, what happens? Pole strength becomes half P/2. Not only pole strength, magnetic moment also becomes M/2. അപ്പോൾ 3 ഈക്വൽ പീസായിട്ട് കട്ട് ചെയ്താൽ P/3 M/3, 10 ഈക്വൽ പീസായിട്ട് കട്ട് ചെയ്താൽ P/10 M/10. അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, എ ബാർ മാഗ്നറ്റ് ഹാവിംഗ് മാഗ്നറ്റിക് മൊമെൻറ്റ് എം, പോൾ സ്ട്രെങ്ത് P, ലെങ്ത് 12, cut into n equal pieces parallel to its length. N equal pieces parallel to its length. What is the new value of pole strength of each piece? Pole strength of each piece is P/n. Magnetic moment of each piece is M/n. എത്ര നമ്പർ ആയിട്ടാണോ കട്ട് ചെയ്തത് അത്രയും പോൾ സ്ട്രെങ്ത്തും കുറയും, മാഗ്നറ്റിക് മൊമെൻറ്റും കുറയും, ലെങ്ത് റിമെയിൻ സെയിം, കാരണം പാരലായിട്ടല്ലേ കട്ട് ചെയ്തത്. സോ ദിസ് ഈസ് ദ കേസ് വെൻ യു കട്ട് ദ മാഗ്നറ്റ് പാരലൽ ടു ഇറ്റ്സ് ലെങ്ത്. ഇനി പെർപെൻഡിക്കുലറായിട്ട് കട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. പെർപെൻഡിക്കുലറായി കട്ട് ചെയ്താൽ കട്ടിംഗ് മാഗ്നറ്റ് അഗെയിൻ കട്ട് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത്. നോക്കൂ, ദ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് അറിയാം, സൗത്തിൽ നോർത്തിലോട്ടാണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് എം, പോൾ സ്ട്രെങ്ത് P, രണ്ടുപേരുടെയും പോളിൻ്റെ സ്ട്രെങ്ത് P, ലെങ്ത് 12 എടുക്കാം. അപ്പോൾ മാഗ്നറ്റിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ലെങ്ത് 12 ഉണ്ടായിരുന്ന ആളെ കട്ട് ചെയ്ത് നമ്മൾ 2 ഈക്വൽ പീസുകളാക്കി, L. എങ്ങനെയാണ് കട്ട് ചെയ്തത്? പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ ബിഫോർ കട്ടിങ് എം ഈസ് ഈക്വൽ നമുക്ക് എന്താ എഴുതാം? നേരത്തെ എഴുതിയതുപോലെ എം ഈസ് ഈക്വൽ ടു P/12 ഈസ് ദ മാഗ്നറ്റിക് മൊമെൻറ്റ്. ഓക്കെ, മാഗ്നറ്റ്യൂഡ് മാത്രം പറയുമ്പോൾ എം ഈസ് ഈക്വൽ P/12 ആണല്ലോ, ഇക്വേഷൻ നമ്പർ 1. ആഫ്റ്റർ കട്ടിങ് നമുക്ക് ഇയാളിലേക്ക് വരാം. എന്ത് സംഭവിക്കും? എം ഡാഷ് ഈസ് ഈക്വൽ ടു വാട്ട് ഹാപ്പൻസ് ടു പോൾ സ്ട്രെങ്ത്. നോക്കൂ, ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയിൽ ഒരു മാറ്റമില്ലല്ലോ. ക്രോസ് സെക്ഷണൽ ഏരിയ മാറിയില്ല എന്ന് പറയുന്ന മീനിങ് എന്താ? പോൾ സ്ട്രെങ്ത് റിമെയിൻ സെയിം, അഗെയിൻ P ഇൻറ്റു ലെങ്ത് ശരിയാണ്, എല്ലായിട്ട് മാറി. അതിന് മീനിങ് എന്ന് പറഞ്ഞാൽ എം ഡാഷ് ഈസ് അഗെയിൻ M/2 തന്നെ വീണ്ടും വരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? വെൻ വി കട്ട് എ ബാർ മാഗ്നറ്റ് ഓഫ് ലെങ്ത് 12 പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത്, പോൾ സ്ട്രെങ്ത് റിമെയിൻസ് സെയിം. What happens to magnetic moment? Magnetic moment becomes half. അപ്പോൾ whether you cut the magnet parallel to the length or perpendicular to the length, magnetic moment become half.
In first case, that is when you cut the magnet parallel to the length, pole strength becomes half. But when you cut perpendicular to the length, pole strength remains the same. ഓർമ്മിച്ച് വെച്ചോളൂ. അപ്പോൾ ഇവിടെ പറയാം എ ബാർ മാഗ്നറ്റ് ഹാവിംഗ് മാഗ്നറ്റിക് മൊമെന്റ് എം, പോൾ സ്ട്രെങ്ത് പി, കട്ട് ഇൻ ടു n equal pieces perpendicular to the length. What is the pole strength of each part? It remains P itself. That is the new magnetic moment. When you cut into n equal pieces, it becomes m by n. Okay. എന്നാൽ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. A bar magnet with me. A bar magnet, south pole, north pole. Its magnetic moment is from south to north. Magnetic moment m. Length of the magnet, you take it as L. Pole strength P. Then you cut that magnet into 4 equal pieces. Number 1, number 2, number 3. Let us assume cut into 4 identical pieces. So cut ചെയ്താൽ 4 magnet ആയി. സൗത്ത് പോൾ, നോർത്ത് പോൾ, സൗത്ത് നോർത്ത്, സൗത്ത് നോർത്ത്, സൗത്ത് നോർത്ത്. ഇതാ ഇവൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് ഇങ്ങോട്ട്, ഇവൻ്റെ ഇങ്ങോട്ട്, ഇവൻ്റെ ഇങ്ങോട്ട്, ഇവൻ്റെ ഇങ്ങോട്ട്. നമുക്ക് ആദ്യം മാഗ്നറ്റിക് മൊമെന്റ് m is equal to P into L, where L is the separation between the poles. ഇവിടെ m dash is equal for each part. What about P? ഇയാളുടെ P എന്തായിട്ട് മാറി? P by 2 ആയി മാറി. P becomes P by 2. ലെങ്ത് നോക്കൂ, ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത് അല്ല ആണെങ്കിൽ ഇപ്പോൾ L by 2 ലെങ്ത് അല്ലേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു L by 2. സോ m dash is equal to m by 4. m by 4. So a bar magnet having length L, magnetic moment m, pole strength P, cut into 4 identical pieces. Pole strength of each part is P by 2. Okay. Magnetic moment of each part is not m by 2, it is m by 4. So whether you cut parallel to the length or perpendicular to the length, magnetic moment changes. Clear അല്ലേ? ഇപ്പോൾ ഈ ടൈപ്പ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഒക്കെ വരുന്നുണ്ട്. അതിൽ നിങ്ങളോട് പറയും ആദ്യം ഇനീഷ്യലി എ ബാർ മാഗ്നറ്റ് ഈസ് സസ്പെൻഡഡ് ഫ്രീലി ആൻഡ് അലൗഡ് ഫോർ വൈബ്രേഷൻ. ടൈം പീരീഡ് ഈസ് ദിസ് മച്ച്. Then after a while you cut the magnet into 4 equal pieces or 10 equal pieces like that. Then what is the time period, new time period എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ മാഗ്നറ്റിക് മൊമെൻറ്റിൽ വരുന്ന ചേഞ്ച് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ. ദെൻ ഇനി വരാൻ പോണ ക്ലാസ്സുകളിൽ നമ്മൾ മോർ അബൌട്ട് മാഗ്നറ്റിക് മൊമെൻറ്റ്, എഫക്റ്റീവ് മാഗ്നറ്റിക് മൊമെൻറ്റ് കാണണം, മാഗ്നറ്റുകളെ ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ചാൽ എന്ത് സംഭവിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഒപ്പം NCERT ബുക്ക് വായിക്കണം. കുറച്ച് കാര്യങ്ങൾ NCERT ബുക്കിൽ ഇല്ലാത്തത് ഞാൻ പറയുന്നുണ്ട്. കാരണം NCERT ബുക്കിൽ പല കാര്യങ്ങളും ഇത് നിങ്ങൾ ജസ്റ്റ് കമ്പയർ വിത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല ക്ലാസ്സുകളിലും NCERT ബുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിപ്പിക്കാത്തത് കൊണ്ട് എനിക്ക് കുറച്ച് കൂടുതലായിട്ട് പറയേണ്ടി വരും. ഓൾറെഡി ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ച കുട്ടികളാണെങ്കിൽ ജസ്റ്റ് കമ്പയർ ചെയ്തങ്ങ് പോയാൽ മതി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിപ്പിക്കാതെയാണ് മാഗ്നറ്റിസം എടുക്കുന്നത്. കാരണം നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് കുറച്ച് കുട്ടികൾക്ക് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ മാഗ്നറ്റിസത്തിലേക്ക് പോയത്. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യണം. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കണം കേട്ടോ. ഒരിക്കലും അയ്യോ എനിക്കിത് മനസ്സിലാവില്ലെന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞ് നിൽക്കല്ലേ വേണം. ഇതൊക്കെ പഠിക്കാൻ പറ്റും. വെരി സിമ്പിൾ ടോപ്പിക്കാണ് മാഗ്നറ്റിസം എന്നൊക്കെ പറഞ്ഞാൽ. വെരി വെരി സിമ്പിൾ. അത്ര വലിയ ടഫായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്തില്ല. ആകെ ഒരു ഇത്തിരി കോംപ്ലിക്കേഷൻ ഉള്ളത് എർത്തിൻ്റെ മാഗ്നറ്റിസം പറയുമ്പോൾ മാത്രമാണ്. പക്ഷെ അതും നിങ്ങളെ സംബന്ധിച്ച് അത്ര വലിയ ഇഷ്യൂ ഒന്നുമല്ല. നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിവേ, താങ്ക് യു.